ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ നമുക്കൊരു കാസർഗോഡ് മംഗലം കൂടിയിട്ട് വന്നെങ്കിലേ. നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാടാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ വന്നേക്കുകയാണ്. ഇതിന് മുന്നേ ഒരു 4-5 കൊല്ലം മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിനാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ 5 കൊല്ലത്തിന് ശേഷം വീണ്ടും കാസർഗോഡിലേക്ക് വന്നേക്കുകയാണ്. അതുപോലെ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം കൂട്ടുകാരനെയാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ എന്തായാലും അവൻ്റെ വീടെത്തിയിട്ട് കാണാം. നമുക്ക് ഒഴിഞ്ഞോളപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ട്. അധികം വളയേണ്ടി വന്നില്ല. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ള അവൻ്റെ വീട്ടേക്ക്. പഴയ ഓർമ്മയിൽ നടക്കുകയാണ്. ഇനി വഴി തെറ്റി എന്തായാലും അവനെ വിളിക്കണം. തെറ്റില്ലെന്ന് വിചാരിക്കും. എത്തി ഗൈസ്, എത്തി. എങ്ങനെയുണ്ട് മോനെ എന്നിട്ട് പരിപാടികളൊക്കെ? പരിപാടി പൊളിച്ചെടുക്കുക. ഓക്കെ, റെഡി ആകുമ്പോൾ പോണേ ചേക്കാൻ. എന്താണ് എൻ്റെ ഈ കല്യാണ വേളയിൽ എനിക്ക് പറയാനുള്ളത്? അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്, ആദ്യത്തേതും അവസാനത്തേതും. മോനെ ചെക്കൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഹെയർ സെറ്റ് ചെയ്ത് സെറ്റായി. എപ്പോഴാണ് നമ്മുടെ അടുത്ത പരിപാടി? എന്താണ് ഇനി അടുത്ത പരിപാടി? റെഡിയാവൽ. ക്യാമറമാന്റെ വെയിറ്റിംഗ്. എപ്പോഴാണ് വരുന്ന പറഞ്ഞു? ക്യാമറമാൻ ഇപ്പൊ ഒരു മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവളടുത്തേക്ക് പോവാം. എന്നിട്ട് ഓളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും നമ്മള്. അത് അവിടെയാണ് പരിപാടി. എന്തൊക്കെ പരിപാടി ഉണ്ട്. ഇയാൾക്കൊരു മാറ്റമില്ലല്ലോ. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മള് ഡ്രസ്സൊക്കെ മാറി കല്യാണത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പെണ്ണിൻ്റെ അടുക്ക് പോയിട്ട് അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. ഇവിടെയും പരിപാടികളുണ്ട്. പിന്നെ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഒക്കെ വീട്ടിലാണ് പരിപാടി, ഓഡിറ്റോറിയത്തിലല്ല. അതിനനുസരിച്ച് സ്ഥലം ഇട്ടോട്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും നോർമലി കാസർഗോഡ് കല്യാണങ്ങളൊക്കെ വീട്ടിലാണ് 90% നടത്തൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, റമീസിന് ഫ്രഷായി, നമുക്കും ഫ്രഷായി. നമ്മൾ നേരെ റമീസിൻ്റെ ഉപ്പാട കബറിലേക്ക് പോയി. അവിടെ നിന്ന് ദുവാറുന്നു. അപ്പോൾ ദുവാറിന് തിരിച്ചു വന്നു. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ എത്തി. റമീസിൻ്റെ മേക്കപ്പ് എത്തി, എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ അങ്ങനെ റെഡിയാവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരെ കസിൻസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. എല്ലാവരും ഓരോരോ ഓട്ടങ്ങളിലാണ്. അപ്പോൾ ഇവിടുത്തെ കല്യാണത്തിൻ്റെ സ്പെഷ്യാലിറ്റികളെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ നേരിട്ട് കാണിച്ചു തരാം. കുറേ സർപ്രൈസസുകളുണ്ട്, കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ എന്തായാലും പൊളി വൈബായിരിക്കും കല്യാണം. എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഈ കല്യാണങ്ങൾക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് മുതലാവുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോകാം. ലുക്ക് താഴത്ത് കൊടുത്തു, താഴെ നോക്കി ചെയ്തു. നമുക്കൊരു 5 മണിയാകുമ്പോഴേക്ക് കുഴപ്പമില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടായിരിക്കും ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവാ. റെഡിയാ? നമ്മൾ പുതുനാട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവിധ ആശംസകളും നേരുക. റമീസിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ. നല്ല ചക്കനാണ്, നല്ല പെണ്ണിനെ കിട്ടി. ഫാത്തിമാന്റെ ഭാഗ്യാണ് ചെക്കനെ കിട്ടിയത്. ഇതുപോലത്തെ ചെക്കന് ഈ ലോകത്തില്ല. 2 വാക്ക് പറഞ്ഞു. ഇതുപോലൊരു നമ്മുടെ കുടുംബത്തിലില്ല. വേറൊന്നില്ല. അടുത്ത ബ്രോ വാ. നല്ല ചെക്കനാണ്, ഇത്തിരിയോളം ഭാഗ്യം. റമീസിനെ കുറിച്ച് 2 വാക്ക്. റമീസിനെ കുറിച്ച് എന്താ പറയല്ലേ? റമീസ് എന്റെ ഒരു ആത്മമിത്രമാണ്. ചെറുപ്പം മുതലുള്ള എന്റെ കളിക്കൂട്ടുകാരൻ, കുടുംബക്കാരൻ, എല്ലാ നിലയിലും റമീസ് നമ്മളുടെ വികാരമാണ്. പറഞ്ഞല്ലോ പോയിട്ടാ. റമീസിനെ കുറിച്ച് 2 വാക്ക് പറയും. റമീസിനെ കുറിച്ച് എന്താ പറയുന്നത്? റമീസ് നമ്മളെല്ലാവരും അങ്ങനെയുള്ള കുറച്ച് പറയാൻ വേണ്ടിട്ട് പറഞ്ഞേ. അപ്പൊ അതിനനുസരിച്ച് പറയാം. നമ്മളെ കണ്ണിലുണ്ണിയാണ്, കണ്ണിലുണ്ടെന്ന് വരിക അത് പറഞ്ഞാ മതി. അപ്പൊ റമീസ് എന്റെ എല്ലാം കളിക്കൂട്ടുകാരനാണ്, എന്റെ നൻപൻ. സത്യം മാത്രമേ അടുത്ത ബ്രോ ബ്രോ ഷെയ്നോട് ചോദിക്ക്. പറയ്.
രണ്ടു വാക്ക് എനിക്ക് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും എന്നാലും പറയല്ല ഒരു രണ്ടു വാക്ക് പറഞ്ഞാൽ മതി കയ്യിലടാ കയ്യില് ഫേസ് ചെയ്യാൻ കയ്യില ഒരു രണ്ടു വാക്ക് രമേശിനെ കുറിച്ച്. അടിപൊളി ചങ്ങായാണ്. ഈ കല്യാണത്തിൽ എന്താ പറയുന്നത്? ബാംഗ്ലൂർ പോകുന്നില്ലേ ജിമ്മിലൊക്കെ എല്ലാം ഉണ്ടായി പട്ടി വന്ന് ഇപ്പൊ അതെല്ലാം നമുക്ക് പറയാനില്ലേ ഓനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയണം കുറിച്ചിട്ട് only one piece only in this country, this place. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഫാന്റാസ്റ്റിക്. ഒരേ എളുപ്പം ഒരേ ഒരു പീസ് ഓനെ കണക്കത്ത് ഒരു നല്ല റൂട്ട് പറയുന്നുണ്ട്. ആരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാനും ചെറുതാട്ടെ വലുതാട്ടെ മുതൽ എങ്ങനെ പെരുമാറണം ഒന്നോട് പഠിക്കാൻ കേട്ടാ. എനിക്കും എനിക്കും പഠിക്കാനുണ്ട്. അവനോട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു എത്ര മണിക്കായിരുന്നു ഞാൻ എപ്പോഴും റെഡി. ഇങ്ങനെ എന്നെ കൈ പിടിച്ച് കൂട്ടിക്കോ പ്രശ്നമില്ല. അല്ല നിക്കാഹിന് അവർ വന്ന ഇരുത്തരുത് പറഞ്ഞു. ഓ കറക്റ്റ് സമയത്ത് റെഡി. ആസറിന് മുമ്പേ അവന് നിസ്കാരം കഴിച്ച് എല്ലാം റെഡി ആയിട്ടോ റെഡി. പിന്നെ അങ്ങനത്തെ മോനെ ആയിരുന്നു കിട്ടല്. ഇൻഷാ അല്ലാഹ് ഇതില് സ്വയം നിനക്ക് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്? സ്വയം നിനക്ക് എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇഷ്ടപ്പെട്ടോ ഇങ്ങൾക്ക്? അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയല്ല. സ്വയം പറഞ്ഞത് ബ്രൈഡിനെ കുറിച്ച് രണ്ട് വാക്ക്. ഫാത്തിമ സുഹറാന പറഞ്ഞത്. ബ്രൈഡിനെ പറ്റി പറയാണെങ്കിൽ കുറെ ഉണ്ട്. രണ്ടു വാക്ക് മതി. നല്ല കുട്ടിയാണ്, പാവമാണ്, കിണങ്ങാണ്, എന്നോടൊന്നും നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾക്ക് കടക്കാൻ പോവാണ്, അടുത്ത ലെവലിലേക്ക് പോകാൻ പോവാണ്. ഇനി ജീവിതത്തിന്റെ പുതിയൊരു ലെവലിലേക്ക് കടക്കാൻ പോവാണ്. ഒരാൾ കൂടി ലൈഫിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ചും കൂടെ മെച്ചൂർഡാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അതും കൂടി സെറ്റായ ബാക്കിയൊക്കെ സെറ്റാ. അപ്പൊ വെൽക്കം ടു ദ യൂണിവേഴ്സ്. പിന്നെ ഇതാ അടുത്ത യൂണിവേഴ്സിൽ കാത്തു നിൽക്കുന്നതാ മൊബൈലിൽ രണ്ടുകൊണ്ടും ചെയ്യോ മൊബൈലിന്റെ മുന്നിൽ നിന്നിട്ടേ ജസ്റ്റ് രണ്ട് കൊണ്ടൊന്ന് ഷെയർ ചെയ്താൽ മതി. ഞാൻ പറയുമ്പോ ചെയ്തോട്ടോ. ഓക്കെ, ബാക്കിലാണ് ഒറ്റ ബാക്കിൽ നിന്ന് മാറണത്തെ ക്യാമറ ഒന്ന് വലിക്കും നീ ബാക്കിൽ. ഞാൻ മെയിൻ ക്യാമറ. ഓക്കെ, റെഡി 1 2 3 ഗോ. ചെയ്തോ. ഓക്കെ, സെറ്റ്.
ഇതിനെ കുറിച്ച് 2 വാക്ക്. ആരെ കുറിച്ച്? പരിപാടിനെ കുറിച്ച്. പരിപാടി അടിപൊളി. ഇതാ കണ്ടില്ല, ബാക്കി ക്ലിപ്സ് എല്ലാം വരും. അപ്പൊ കണ്ടോ? ഓക്കെ ഓക്കെ. സാധനം കളറായി. ടപ്പ് ടപ്പ് മാരനയുമ്പോൾ പരക്കം പായനായേ ടപ്പ് ടപ്പ് മാരനയുമ്പോൾ പരക്കം പായനായേ നിരോമായം പെണ്ണേ മണവാട്ടി പെണ്ണേ പെണ്ണേ പെണ്ണേ. അല്ലാഹു അക്ബർ. ഇന്ന് നമ്മ പൊളിച്ചടക്കി, ഒന്നും പറയാനില്ല. മംഗലം എന്ന് പറഞ്ഞാൽ ഇതാണ് മംഗലം. ബാക്കിയുള്ള പറയടാ, ഇന്നത്തെ മംഗലത്തിനെ കുറിച്ച് പറയും. അപ്പൊ എന്താണ് ബ്രോ ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാനുള്ളത്? കുറെ പ്രഷർ അനുഭവിച്ചിട്ടുണ്ട്, കുറെ ഓടിയിട്ടുണ്ട്, കുറെ ഓടിയിട്ടുണ്ട്. സമയപരിധി കാരണം നമുക്ക് പല പരിപാടികളും ഉണ്ട് നല്ല രീതിയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ലെവൽ ബേസ്റ്റ് നമ്മൾ ചെയ്ത് നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തത്. ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഇത് കാറിൻ്റെ സൗണ്ട് മറ്റുള്ള പരിപാടികളായാലും എല്ലാവരായാലും പാട്ട് പാടിയും ഡാൻസ് കളിച്ചെല്ലാം ശരിക്കും എൻജോയ് ചെയ്തു. ഇന്നത്തെ ബെസ്റ്റ് പാട്ട് ഏതാ? അടിപൊളിയായി തോന്നിയത് ഏതാ? ആന്താറിന്റെ ടക്ക് ടക്ക് മാരൻ എന്ന് പറഞ്ഞ സോങ്ങാണ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത്. ചെക്കൻ്റെ അനിയൻ എന്നുള്ള സ്ഥിതിക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പൊളിച്ചു പോരെന്ന് പറയാനില്ല. സൗണ്ടിലേക്ക് കേൾക്കുമ്പോൾ അറിയാം മൊത്തം ടയർഡായി മൊത്തം വൈബ്. ഇതാ സിറാജ് വീഡിയോ എടുക്കുന്നത് പൊളിച്ചോ. കാറ് വിഷയം ഒരു വൈബ്, അതേ വൈബായി തോന്നിച്ചു കാറ്. പിന്നെ വേറെന്ത് വൈബായിട്ട് തോന്നി? ജെൻസി ഫുള്ള് കാര്യമായത്. ദിവസം ഒന്നും പറയാനില്ല, അടിപൊളി, നല്ല മജയായിരുന്നു. കിടക്കി തിമിർത്തു പൊളിച്ചു പൊളിച്ചടക്കി. ആണ് ഇന്നത്തെ ദിവസത്തിലെ വണ്ടിയാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം? എല്ലാം രസമായിരുന്നു. നമ്മുടെ പുതിയാപ്പിളെ നല്ല രീതിയിൽ ഹാപ്പിയായി തകർത്തൊളിച്ചോടുത്താണ്. കുറെ വണ്ടി ഉണ്ടായിരുന്നു, ഇറക്കി കുറെ. പിന്നെന്താ പറയാ, കുറെ വെടി ഉണ്ടായിരുന്നു. വെടി നല്ല പൊടിച്ചു പൊട്ടിക്കാണ്ട് ഇനി കുറെ ഉണ്ട്. ഇന്നത്തെ ദിവസം കളറായി അത്ര പൊട്ടിപ്പാറ്റി. ഓക്കെ, അതൊന്നും പറയല്ലേ? ഞാൻ ഇതിനായിട്ട് മലേഷ്യ ഞങ്ങൾ കേട്ടോ, ഇതിനായി ഫ്ലൈറ്റ് പിടിച്ചിട്ട് വന്നത് മലേഷ്യയിൽ നിന്ന്. മംഗലം അടിച്ചൊളിച്ച് നെക്സ്റ്റ് ഡേ ഗുഡ് ഡേ. ഇപ്പോഴാണ് ചെക്കൻ്റെ അനിയത്തിനെ കിട്ടുന്നത്. പറയൂ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ ബിസി, ഒന്നും നോക്കാനില്ല. ചെക്കനൊക്കെ ഫോട്ടോ കൊടുത്ത് സോ ഹാപ്പി. വേറെന്താ പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാ? ഇഷ്ടപ്പെട്ട പാർട്ട് വെച്ചാല് അതിപ്പോ വരാൻ പോകുന്ന എന്റെ എൻട്രി, അത് നോക്കിട്ട് പറയാം. ഫുൾ ആയിട്ട് പറയാം. ഹായ് ഹാപ്പി മാരീഡ് ലൈഫ്. ആരും തന്നെ അറിയില്ലേ? ഹായ് ബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഹായ് അല്ലേ? അതെ.
എക്സ്പെക്ട് ചെയ്ത ബാബിനെ കിട്ടിയോ? നല്ല ബാബി, എന്നെ പോലെ തന്നെ, ഓനെ പോലെ തന്നെ, ഭയങ്കര ഫ്രണ്ട്ലി. എന്തൊക്കെയാണ് ആഗ്രഹം ബാബിയുടെ കൂടെ ചെയ്യാൻ വേണ്ടിട്ട്? വൈബാക്കണം. കൂട്ടിനൊരാള് വന്നൊരു ഫീലുണ്ടോ? അത് ഇനിയല്ലേ അറിയൂ. അതെ, അറിഞ്ഞിട്ട് പറയാം അല്ലേ? ഓക്കെ, എപ്പോ പറയൂ അറിഞ്ഞിട്ട്? അടുത്ത വ്ളോഗിൽ പറയൂലേ? പിന്നെ ആ, നീ എന്തിനാ കരഞ്ഞത്? നേരത്തെ കരഞ്ഞത് നേരത്തെ കരഞ്ഞത് സന്തോഷായിട്ട്. ഇന്നലെ കരഞ്ഞത് ബേജാറായി പോയല്ലേ, ഇനി അതേപോലെ ഏതുപോലെ? മുന്നത്തെ പോലെ നിങ്ങള് മൂന്നാളും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടാവില്ല. മറ്റോനില്ലേ? ആ, ഓനായിട്ടുള്ള ബോണ്ട് ഉണ്ടാവില്ല എന്നാണ്. അതെ, അതിനിപ്പോ നമ്മള് ഫ്യൂച്ചറിൽ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ആസ് എ ഹസ്ബൻഡ് റമീസ് ചേഞ്ച് ആവുക എന്നുള്ളത്. നമുക്ക് പിന്നീടാണ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതിൻ്റെതായ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ തമ്മിലെ ബോണ്ട് എന്തായാലും അതേമാതിരി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ആ, ഉണ്ടായാൽ മതി. ഓക്കെ. അയ്യന്റെ മോനെ. ഹലോ ഗൈസ്, അപ്പോൾ അതാണ് കാസർഗോഡ് മംഗലം. എൻ്റെ ലൈഫിൽ ഞാൻ ഇതിന് മുന്നേ ഇതുപോലൊരു കല്യാണം കൂടിയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ കൂടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ വളരെ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുന്നേ ഇവിടെ കാസർഗോഡ് വന്ന് കല്യാണം കൂടിയതിനേക്കാൾ ഫ്രഷായിട്ട് ഫീൽ ചെയ്തു. ഫ്രഷായിട്ട് കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്തു. എസ്പെഷ്യലി ആ കാറിൻ്റെ റേസിങ്ങും പൊട്ടിക്കലും പരിപാടിയും, അത് ടു ബി ഹോണസ്റ്റ് ഞാനൊരു 100% സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ എൻജോയ് ചെയ്തു. എനിക്കൊരു ലിമിറ്റ് വരെ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഓവറായിട്ട് ഒച്ചയും ബഹളമായപ്പോൾ നമുക്കത് അങ്ങോട്ട് എന്താ പറയുക, തന്തവൈബായി എന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ വണ്ടിയുടെ ശബ്ദവും ഓണടിയും ആ ഒരു എന്താ പറയുക, ആക്സിലേറ്റർ കൂട്ടുമ്പോഴൊക്കെ ഈ അവിടുത്തെ പിള്ളേരുകൾ ഓടി വന്നിട്ട് റോട്ടിലേക്ക് ഓടി വരിക വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അവർ അത്രയും ക്രേസാണ്. ഓരോ വണ്ടിയും ആക്സിലേറ്റർ കൂട്ടി ഒന്ന് പൊട്ടിക്കുമ്പോഴും അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഭയങ്കര ഹാപ്പിയോട് കൂടിയിട്ടാണ് എല്ലാം നോക്കി കാണുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുവിധമല്ല ജിൻസി പിള്ളേഴ്സ് എല്ലാവരും ഇതിൻ്റെ ഭയങ്കര ക്രേസുള്ള ആൾക്കാരാണ്. ഈ വണ്ടി കൊണ്ടുവരിക, പൊട്ടിക്കുക, ഇതാക്കുക. പിന്നെ അതുപോലെ പടക്കം പൊട്ടിക്കൽ, പുക പരിപാടി, ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ഫ്രഷായിട്ട് ഫീൽ ചെയ്തു. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ. കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളി, മാഷാ അല്ലാഹ് നല്ല ഫുഡായിരുന്നു. പിന്നെ അവരെ എന്താ പറയുക, സ്പെഷ്യൽ സാധനം ഹലീം ഉണ്ടായിരുന്നു, അതും ട്രൈ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു, പ്രാവശ്യം ട്രൈ ചെയ്തു. നമ്മൾ പിന്നെ മുന്നേ മാസ്കറ്റിലായാലും ഇതൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ തന്നെ പരിപാടി ആയതുകൊണ്ട്, മണ്ഡപത്തിലെല്ലാം പരിപാടി ഇല്ലാത്തത് കൊണ്ടും ഇവരുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ തീർക്കണം എന്നുള്ളൊരു പ്രഷർ വരിക്കില്ല. ഇപ്പം നമ്മൾ മണ്ഡപത്തിലായിരിക്കും, എൻ്റെ കല്യാണം മണ്ഡപത്തിലായിരുന്നപ്പോഴും ഇത്ര മണിയുടെ ഉള്ളിൽ 7 മണിയുടെ ഉള്ളിലേ പരിപാടി തീർത്തിരിക്കണം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോ എടുക്കൽ തീർക്കണം, എല്ലാ പരിപാടിയും തീർക്കണം, 7 മണിക്കുള്ളിൽ ഹാൾ ക്ലീൻ ആക്കണം, എല്ലാ സാധനവും നമ്മുടെ മൈൻഡിലുണ്ടാവും. ഇതിപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എത്ര വേണേലും ഇരിക്കാം, അങ്ങനത്തെ ഒരു പ്രഷറില്ല. എത്ര മണിയുടെ ഉള്ളിൽ തീർക്കണം എന്നുള്ളില്ല. ചിലപ്പോൾ ഇവിടെ എന്താ പറയുക, ഗവൺമെൻറ് നിയമപ്രകാരം 10 മണിയുടെ ഉള്ളിൽ പരിപാടി തീർക്കണം എന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടുള്ള ഒരു എന്താ പറയുക ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇരിക്കും, നിർത്തില്ല. കാരണം നമുക്ക് ലിമിറ്റില്ല. ആൾക്കാർ എങ്ങനെ വരും, ഫോട്ടോ എടുക്കും, നിൽക്കും, ഫോട്ടോ എടുക്കും. അപ്പോൾ ചെക്കനും പെണ്ണും ഓൾറെഡി അവർ ടയേർഡായിരിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു ഹാഫ് ഡേ ആകുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. അപ്പോൾ എനിക്കിപ്പോൾ റമീസിനെ എനിക്ക് ഫീൽ ചെയ്യാം, അവൻ എന്താണ് അവിടെ ഫീൽ ചെയ്യുന്നുള്ള സാധനം എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്.
അപ്പോൾ നമുക്കും നമ്മൾ പരമാവധി നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയും. നമുക്ക് ഈവൻ ദോ നമുക്ക് ഇവിടെ വലിയ റോളില്ലെങ്കിൽ പോലും റമീസിനോട് റമീസെ ഇങ്ങനെ ഉണ്ട്, അത് തീർത്താൽ എന്നുള്ള സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിവേ അടിപൊളിയായിരുന്നു. ഇനിയും പരിപാടികൾ കിടക്കുകയാണ്, നേരെ വിളിക്കുന്നവരെ പരിപാടി ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് തിരിച്ച് റിട്ടേൺ പോകണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉച്ചയ്ക്ക് പരിപാടി തുടങ്ങപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രാത്രി തീരില്ല എന്ന്. അപ്പോൾ എന്തായാലും പോകണം, നാളെ രാവിലെ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ കഴിച്ചുകൂടി. എല്ലാ മഹല്ലുകളും ഇത് ഫോട്ടോഗ്രാഫി നിരോധിക്കണം കല്യാണ വീട്ടില്. അതിൽ തന്നെ പകുതി പ്രശ്നം വരുന്നത് അസ്ലമിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പിലെ കണ്ണിലുണ്ണി അസ്ലം എല്ലാം തിരിച്ച് ഞാൻ കയ്യാണ്ട് അവര് ചോദിച്ചു, ഞാൻ കുറേ നിനക്ക് കയ്യാണ്ട്. അപ്പോ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വേണ്ട ഒരു കല്യാണം ഇല്ല, ജീവിതത്തിൽ ഒരു കല്യാണം മാത്രമേ ഉള്ളൂ. 4 വരെ കെട്ടാന്നൊക്കെ അന്ധവിശ്വാസമാണ്. അപ്പോൾ ആ ഒരു മൊമെന്റ് കഴിഞ്ഞു. ഇനി ഒരു 3-4 കൊല്ലം കഴിഞ്ഞ ഒരു കൊച്ച്, അതാണ് പ്ലാന്. വീട്ടിലോട്ട് എന്തായാലും വരും. എങ്കക്കാട് ഞാൻ എത്തിയിരിക്കും, വരണം ഉറപ്പായിട്ടും. നൂമാനും ഹിബിയും വന്നിട്ട് താമസിച്ചിട്ട് പോയി. ഞാൻ വരും, ഞാൻ എന്തായാലും വരും. കൊച്ചിയിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്, വേറെ എക്സാം ഉണ്ട്. തോന്നിയില്ല. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കില്ലായിരുന്നു. ആ